ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് അടയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ നേന്ത്രപ്പഴം ഞാനൊരു 3 വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ച് കൊണ്ടുവച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്താണ്. ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ശർക്കര, വലിയ ശർക്കരയാണ് കേട്ടോ. പിന്നെ 4-5 ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുക്കണം കേട്ടോ. ശർക്കര ഉരുക്കി എടുക്കണം, ഉരുക്കി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴം അടിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ഇനി അതിൽ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കുഴയ്ക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. കുഴച്ച് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം വേണ്ട, കുറച്ച് ഉപ്പ് പൊടി. അരിപ്പൊടി പോരാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി പൊടിയിട്ട് കുഴച്ചു. ഇനി ശർക്കര ഉരുക്കുകയാണ് കേട്ടോ. ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കണം. ഇനി അട നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം കേട്ടോ. നന്നായി കനം കുറച്ച് പരത്തണം കേട്ടോ. കനം ഉണ്ടായാൽ വേവാൻ ബുദ്ധിമുട്ടാവും. നന്നായി കനം കുറച്ച് പരത്തി എല്ലാം അതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. എല്ലാം പരത്തിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ ശർക്കര ഉരുക്കിയതിലേക്ക് നാളികേരം ചിരകിയതും ഒക്കെ ഇട്ട് ഇളക്കിയെടുക്കണം. അത് ശർക്കര ഉരുക്കിയത് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അരിച്ചൊഴിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറച്ച് വെള്ളം വറ്റുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കണം. നന്നായി തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ.
ഇനി ആ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കണം കേട്ടോ. അത് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളം വറ്റണ വരെ ഇളക്കണം കേട്ടോ, അടി കരിയാണ്ട്. അപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫാക്കി വെക്കാം. ഇനി നമുക്കിത് അടയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശ്ശെ. ഇനി ആ ശർക്കര നാളികേരം കൂടിയിട്ട് അടയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ടീസ്പൂൺ കൊണ്ടാണ് കേട്ടോ ആക്കണേ. ചൂടുണ്ട്, കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. ടീസ്പൂൺ കൊണ്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് മടക്കി ഇലയുടെ ചുറ്റും ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ ആവി വരുമ്പോഴേ ചിലപ്പോൾ ശർക്കരയുടെ നീരൊക്കെ പുറത്തേക്ക് പോകും. എല്ലാം അതുപോലെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ. എല്ലാം പരത്തിയിട്ടോ. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം വാഴയുടെ പട്ടയൊക്കെ കഷ്ണങ്ങളാക്കി അടക്കി വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ അട വെച്ച് കൊടുത്തേക്കണത്. ഒരു 3/4 മണിക്കൂർ നേരെങ്കിലും വേവണം കേട്ടോ. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരെണ്ണ അതിൽ നിന്നൊന്ന് എടുത്ത് മുറിക്കാം, ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. നന്നായി വെന്തുണ്ട്. ഒരു 3/4 മണിക്കൂർ നേരം വേവിച്ചാൽ മതി, അപ്പോഴേക്കും വേവും. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓണത്തിനൊക്കെ പഴമൊക്കെ എല്ലാവരും വാങ്ങുമ്പോൾ ചിലപ്പോൾ ബാക്കി പഴമൊക്കെ വരും, നന്നായി പഴുത്ത് ചീഞ്ഞ് പോവാണ്ട്. ബാക്കിയുള്ള പഴം കൊണ്ടൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.